വെൽക്കം ഓൾ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നാണ്. സബ്നെറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഈസിയായി ഒരു സബ്നെറ്റ് ചെയ്യാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സബ്നെറ്റിംഗ് എന്നുള്ള ഐഡിയ ആദ്യം മനസ്സിലാക്കിയെടുക്കാം. സബ്നെറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. ഒരു കമ്പനിയുണ്ട്. കമ്പനിക്കകത്ത് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ 5 ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആ റെക്റ്റാങ്കിളിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ഹോസ്റ്റാണ്. അതായത് എത്ര കമ്പ്യൂട്ടറുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആ നമ്പർ. അപ്പോൾ അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തൊരു 10 ഹോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 20, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 35, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 10, HR ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 5. ഇങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ഹോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കമ്പനിക്കകത്ത് നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് 192.168.10 നെറ്റ്വർക്കാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 നെറ്റ്വർക്ക് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനിക്കകത്ത് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവ ആദ്യത്തെ ഒരു 10 IP നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് IP കൊടുത്ത് നമ്മളിതിനെ ഒരു നെറ്റ്വർക്കാക്കി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കരുതുക. ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ അതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 10 നെറ്റ്വർക്കിനെ നമ്മൾ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10 ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള IP-കൾ നമ്മൾ ഈ 10 റേഞ്ചിലുള്ള IP-കൾ കൊടുത്തുകൊണ്ട് ഇവ ഒരൊറ്റ നെറ്റ്വർക്കാക്കി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള എല്ലാ ഹോസ്റ്റുകളും 10 നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ 10, 20, 35, 10, 5 എങ്ങനെയുള്ള കൗണ്ടുകളിലാണ് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇതുള്ളത്. പക്ഷേ ഈ കൗണ്ട് എല്ലായിടത്തും ഇപ്പോൾ ഒരു 30, 40 കമ്പ്യൂട്ടേഴ്സ് വീതം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആകെ ഒരു 200ഓളം കമ്പ്യൂട്ടറുകൾ ഈ കമ്പനിക്കകത്ത് മൊത്തത്തിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒറ്റ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഓരോ കമ്പ്യൂട്ടറുകളും ബ്രോഡ്കാസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. കാരണം ഇത്രയും കമ്പ്യൂട്ടറുകളെ ഒരൊറ്റ നെറ്റ്വർക്കുകൾക്കകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഈ ഓരോ ഹോസ്റ്റുകളും ബ്രോഡ്കാസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് കൂടുതലായാൽ എന്ത് സംഭവിക്കും, നമ്മുടെ നെറ്റ്വർക്ക് സ്ലോ ആവും അല്ലേ. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് കൂടുതലാകും, അതുകൊണ്ട് നെറ്റ്വർക്ക് സ്ലോ ആവുകയും ചെയ്യും. ഇത് കൂടാതെ ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തുള്ള ഒരു കമ്പ്യൂട്ടറിന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ഒരു കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ലേ. അതിന് തന്നെ ഫിനാൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് തന്നെ അഡ്മിനിസ്ട്രേഷനുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവയെല്ലാം ഒറ്റ നെറ്റ്വർക്കിനകത്തായതുകൊണ്ട് തന്നെ ഇതാ ഒരു സെക്യൂരിറ്റി വൈസ് നമ്മൾ തിങ്ക് ചെയ്യുകയാണ് എങ്കിൽ ഇതൊരു വീക്ക് സെക്യൂരിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് ഹൈ ആകും, അപ്പോൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് സ്ലോ ആകും. രണ്ടാമത് നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി വൈസ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു പ്യുവർ സെക്യൂരിറ്റി ഉള്ള നെറ്റ്വർക്കാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാൻ നമുക്കറിയാമെന്നുള്ള അറിവ് വെച്ചുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ഈ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മെത്തേഡ് സ്വീകരിച്ച് നോക്കുകയാണ്. നമ്മുടെ കമ്പനിക്കകത്തുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തും
നമ്മൾ ഓരോ ടൈപ്പിലുള്ള നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നു. നിങ്ങളവിടെ നോക്കി, ഞാനിവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു 10 ഡോട്ട് നെറ്റ്വർക്കും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു 20 ഡോട്ട് നെറ്റ്വർക്ക്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു 30 ഡോട്ട് നെറ്റ്വർക്ക്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു 40 ഡോട്ട് നെറ്റ്വർക്ക്, HR ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു 50 ഡോട്ട് നെറ്റ്വർക്കും ഞാൻ യൂസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഇവിടെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവ തമ്മിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് കുറവായിരിക്കും. ഇവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകില്ല. കാരണം അവ ഓരോ IP റേഞ്ചിൽ കൊടുക്കുമ്പോഴും അവ സെപ്പറേറ്റ് നെറ്റ്വർക്കുകളായി വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമ്മളൊരു ക്ലാസ് C ടൈപ്പിലുള്ള അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ക്ലാസ് C ടൈപ്പിലുള്ള ഒരു അഡ്രസ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഡിവൈസസ് കണക്ട് ചെയ്യാൻ കഴിയും? 254 ഡിവൈസസ് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പം നമ്മളിവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ് എടുത്ത് നോക്കിയേ. അവിടെ ആ 10 ഡോട്ട് നെറ്റ്വർക്കിനകത്ത് 254 ഡിവൈസസ് കണക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ എത്ര ഹോസ്റ്റേ ഉപയോഗിക്കുന്നുള്ളൂ? 10 ഹോസ്റ്റുകളെ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 254 ഡിവൈസസ് കണക്ട് ചെയ്യാൻ കഴിയും. അവിടെയും നമ്മൾ എത്ര ഹോസ്റ്റേ ഉപയോഗിക്കുന്നുള്ളൂ? 20 ഹോസ്റ്റേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തും നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് C ടൈപ്പിലുള്ള IP അഡ്രസ് റേഞ്ചിൽ 254 ഡിവൈസസ് വീതം കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണല്ലേ. അപ്പോൾ ബാക്കിയുള്ള അത്രയും IP അഡ്രസ്സുകൾ അവിടെ ഒരു വേസ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനി ബേസിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ IP വേസ്റ്റേജ് എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു പ്രൈവറ്റ് IP ആണ്, ക്ലാസ് C ടൈപ്പിലുള്ള ഒരു പ്രൈവറ്റ് IP ആണ്. അപ്പം നമുക്കത് വലിയ പ്രോബ്ലമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മളൊരു പബ്ലിക് IP ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്താണ് എങ്കിൽ, അതായത് നമ്മൾ IP പർച്ചേസ് ചെയ്ത് ISPയിൽ നിന്നും പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്ന സ്ഥലമാണ് എങ്കിൽ നമുക്ക് ഈ IP വേസ്റ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള IP വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിവിടെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നമ്മളിവിടെ പ്രൈവറ്റ് IP ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്രോബ്ലം ഫേസ് ചെയ്യില്ല. നമുക്ക് ഈ IP എവിടെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ നമ്മളൊരു നെറ്റ്വർക്ക് ലെവലിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ IP വേസ്റ്റേജ് എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ IP വേസ്റ്റേജ് ഇതിനകത്ത് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു മാർഗം സ്വീകരിക്കാൻ കഴിയും. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് IP വേസ്റ്റേജ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ IP വേസ്റ്റേജ് നമ്മൾ കണ്ടു. ക്ലാസ് C ടൈപ്പിലുള്ള IP അഡ്രസ് ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെയധികം വേസ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് B ടൈപ്പോ A ടൈപ്പോ ആണ് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ എന്തുമാത്രം IP അഡ്രസ്സ് വേസ്റ്റേജ് ഉണ്ടാകും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്കിവിടെ അതിനു വേണ്ടി നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ സൊല്യൂഷനാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. സബ്നെറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഇപ്പോൾ ഒരു നെറ്റ്വർക്കിനെ തന്നെ, അതായത് ഒരു IP ഉപയോഗിക്കുന്ന ഒരേ നെറ്റ്വർക്കിനെ തന്നെ ചെറിയ നെറ്റ്വർക്കുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുന്നു. ഒരേ IP റേഞ്ചിനെ തന്നെ ഡിവൈഡ് ചെയ്ത ചില ചെറിയ നെറ്റ്വർക്കുകളാക്കി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുക്കും. ഇവിടെ ഞാനിപ്പോൾ 10 ഡോട്ട് നെറ്റ്വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 10.1 മുതൽ 10.10 വരെ നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന്, 34 മുതൽ 53 വരെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന്. അങ്ങനെ നമുക്ക് ഈ IP അഡ്രസ് റേഞ്ചിനെ തന്നെ ചെറിയ പോർഷൻസ് ആക്കി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഈ കൺസെപ്റ്റിനാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ ഓരോന്നും സെപ്പറേറ്റ് നെറ്റ്വർക്കുകളായി തന്നെ വർക്ക് ചെയ്യും. അവ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസിനെ എല്ലാം ഇത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യും, ഈ IP വേസ്റ്റേജിനെ ഒഴിവാക്കുകയും ചെയ്യും.
അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? ഡിവിഷൻ ഓഫ് ലാർജ് സിംഗിൾ IP നെറ്റ്വർക്ക് ഇൻറ്റു സ്മോളർ നെറ്റ്വർക്ക്സ്. ഒരേ IP ഉപയോഗിക്കുന്ന ഒരേ IP റേഞ്ചിലുള്ള ഒരു ലാർജ് നെറ്റ്വർക്കിനെ സ്മോളർ നെറ്റ്വർക്കുകളായി ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. മിനിമൈസിങ് ദ വേസ്റ്റേജ് ഓഫ് IP അഡ്രസ്. നമ്മളിവിടെ കണ്ടു IP അഡ്രസ്സുകൾ വേസ്റ്റ് ആകുന്നത്. ആ വേസ്റ്റേജ് ഒഴിവാക്കാൻ സബ്നെറ്റിംഗ് വഴി കഴിയും. സിംപ്ലിഫൈഡ് മാനേജ്മെൻറ്റ്. നമുക്കൊരു നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും. പല റേഞ്ചിലുള്ള പല IP പല സ്ഥലത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മിനിമൈസ് ദ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക്. നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് മിനിമൈസ് ചെയ്യും. കാരണം ഇവ ഓരോന്നും സെപ്പറേറ്റ് നെറ്റ്വർക്കുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് ഇവിടെ കുറവായിരിക്കും. ഇനി സെക്യൂർഡ് ആയിരിക്കും. കാരണം എന്താ? ഇവ ഓരോന്നും സെപ്പറേറ്റ് നെറ്റ്വർക്കാണ്. ഇവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇനി ഇവ തമ്മിൽ നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം. നമ്മൾ റൗട്ടേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാം. അത് നമുക്ക് വേണമെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇത് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. ഈ കൺസെപ്റ്റിനാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് സബ്നെറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് വെറുതെ നമ്മളിങ്ങനെ എടുത്ത് ഓരോ IP ഡിവൈഡ് ചെയ്ത് ആ കമ്പ്യൂട്ടറുകളിൽ കൊടുത്താൽ അവ സെപ്പറേറ്റ് കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ഒറ്റ നെറ്റ്വർക്കായിട്ട് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ഈ സബ്നെറ്റിങ്ങിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സബ്നെറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് പ്രധാനമായിട്ടും നമ്മൾ 2 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡിനെ നമ്മൾ FLSM എന്ന് പറയും, ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ്കും. രണ്ടാമത്തത് വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക് എന്നും പറയും, VLSM, FLSM. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഐഡിയ മനസ്സിലാക്കുക. നമ്മളൊരു കമ്പനിക്കകത്ത് ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ കമ്പനിയിലുള്ള IP റേഞ്ചസിനെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കനുസരിച്ച് നമ്മൾ സബ്നെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സബ്നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലേക്ക് 2 തരത്തിലുള്ള റിക്വയർമെൻ്റാണ് വരുന്നത്. ഒന്നുകിൽ അവിടെയുള്ള നമ്പർ ഓഫ് നെറ്റ്വർക്കുകളുടെ എണ്ണം നമുക്ക് തരാം. അതായത് എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എന്നുള്ള എണ്ണത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സബ്നെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. 2, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലകത്തുമുള്ള നമ്പർ ഓഫ് ഹോസ്റ്റുകളുടെ എണ്ണം തന്നിട്ട് അതിനനുസരിച്ച് സബ്നെറ്റ് ചെയ്യാൻ പറയും. ഈ 2 പോസിബിലിറ്റിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം നമ്മൾ പറയുകയാണ്, നമുക്ക് ഇത്ര IP ഉണ്ട്, ഇതാണ് നമ്മുടെ IP റേഞ്ച്, ഇതിനെ 5 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് സബ്നെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കൗണ്ട് വെച്ച് ചെയ്യും. അതിനെയാണ് ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ്ക് അല്ലെങ്കിൽ FLSM എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കിതാ ഇവിടെ ഒരു IP റേഞ്ച് ഉണ്ട്. എനിക്ക് ആദ്യത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 20 എണ്ണം, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 50 എണ്ണം, ഫിനാൻസിലേക്ക് ഒരു 10 എണ്ണം, ഇങ്ങനെയും റിക്വയർമെൻറ്റ് നമ്മളുടെ അടുത്ത് പറയാം. അപ്പോൾ അവിടെ ഉള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നമ്പർ ഓഫ് ഹോസ്റ്റിൻ്റെ എണ്ണം വേരിയബിളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് VLSM എന്ന് പറയുന്ന വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്കാണ്. അപ്പോൾ റിക്വയർമെൻറ്റ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ, അതായത് നമ്പർ ഓഫ് നെറ്റ്വർക്കുകളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം. ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തുള്ള ഓരോ നെറ്റ്വർക്കുകൾക്കകത്തുമുള്ള നമ്പർ ഓഫ് ഹോസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം. അപ്പോൾ ഈ 2 തരത്തിൽ റിക്വയർമെൻറ്റ് വന്നാലും ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് FLSM മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു 192.168.10 നെറ്റ്വർക്കാണ്. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് എത്രയാ? 255.255.255.0 എന്നാണ് അല്ലേ? ഞാൻ എൻ്റെ അടുത്ത് പറയുന്ന റിക്വയർമെൻറ്റ് പറയുകയാണ്, എനിക്ക് 5 നെറ്റ്വർക്ക് വേണം. അതായത് 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, 5 നെറ്റ്വർക്ക് ചെയ്തു തരണം. എൻ്റെ IP റേഞ്ച് ഇതാണ്.
192.168.10.0 നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്. അതായത് 10 ഡോട്ട് നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുവാൻ പോകുന്നത്. നമ്മുടെ റിക്വയർമെൻറ്റ് എത്രയാ? 5 നെറ്റ്വർക്ക് നമുക്ക് വേണം. നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ് വാല്യൂവിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ റിക്വയർമെൻറ്റ് വാല്യൂ എത്രയാ? നമ്മുടെ റിക്വയർമെൻറ്റ് വാല്യൂ 5 ആണ് അല്ലേ? 5 നെറ്റ്വർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂവിനെ ബൈനറി വാല്യൂ ആക്കി മാറ്റുക. അതായത് 8 ഡിജിറ്റ് ബൈനറി വാല്യൂ ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് 8 ഡിജിറ്റ് ബൈനറി വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ബൈനറി കീ ആണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. 1 2 4 8 16 32 64 128 എന്നുള്ളത് നിങ്ങൾ കൺവേർഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 5 എന്ന് പറയുന്ന വാല്യൂ വേണമെങ്കിൽ ഇതിൽ ഏതൊക്കെ കീ വേണം? 4ഉം വേണം, 1ഉം വേണം. അപ്പോൾ ആ 4ൻ്റെയും 1ൻ്റെയും പ്ലേസിൽ മാത്രം നമ്മൾ 1 ഇടും, ബാക്കിയെല്ലാം 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് പറയുന്നതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ 0 0 0 0 0 1 0 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. നമ്മുടെ റിക്വയർമെൻറ്റ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 ഡിജിറ്റ് ബൈനറി ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ബൈനറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് റിസർവ് ബിറ്റ്സ് ഫോർ ന്യൂ സബ്നെറ്റ് മാസ്ക് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സബ്നെറ്റ് മാസ്ക് നമ്മൾ മാറ്റണം, എങ്കിലേ നമ്മളതൊരു സെപ്പറേറ്റ് നെറ്റ്വർക്കുകളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. പുതിയ സബ്നെറ്റ് മാസ്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ ഉള്ള സബ്നെറ്റ് മാസ്ക് എന്താ? 255.255.255.0 എന്നുള്ളതാണ്. അതിനെ നമ്മൾ ബൈനറി രൂപത്തിൽ എഴുതിയാൽ നോക്കിയേ, 11 11 11 11 ഡോട്ട് 11 11 11 11 ഡോട്ട് 11 11 11 11 ഡോട്ട് 00 00 00 0 അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നമ്മുടെ പുതിയ സബ്നെറ്റ് മാസ്ക് നമുക്ക് വേണം. നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ നെറ്റ്വർക്കിൻ്റെ എണ്ണമാണ് 5 എന്ന് തന്നത് അല്ലേ? അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ എണ്ണത്തിൻ്റെ ബൈനറി നോക്കുമ്പോൾ അതിന് എത്ര ബിറ്റ് നമുക്ക് വേണ്ടി വന്നു? നമ്മൾ 5 0ഉം അവസാനം 101 ആയിരുന്നു അല്ലേ? അപ്പോൾ ആ 101 എന്ന് പറയുന്ന 3 ബിറ്റാണ് നമ്മൾ 5 എന്ന് പറയുന്ന നമ്പറിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് ആ 3 ബിറ്റാണ്. അപ്പം നമ്മുടെ ഹോസ്റ്റിൻ്റെ എണ്ണം ഒരു IP അഡ്രസ്സിൻ്റെ ഇത് കണ്ടാൽ അതിൻ്റെ ലാസ്റ്റ് ഒക്ടറ്റാണ് എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഹോസ്റ്റിൻ്റെ എണ്ണം തീരുമാനിക്കുന്ന ഇപ്പം 00 ആയിരുന്നു. അതിൽ 3 ബിറ്റ് കൂടി നെറ്റ്വർക്കിന് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ നെറ്റ്വർക്ക് റിക്വയർമെൻറ്റ് ബൈനറി ആക്കിയപ്പോൾ അതിനു വേണ്ടി എത്ര ഡിജിറ്റാണോ യൂസ് ചെയ്തത് ആ ബിറ്റുകളെ കൂടി ഈ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 ആക്കണം. കാരണം അതും കൂടെ നെറ്റ്വർക്കിന് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുതിയ സബ്നെറ്റ് മാസ്ക് അങ്ങനെ എഴുതും. അപ്പോൾ അതെന്താവും? 81 ഡോട്ട് 81 ഡോട്ട് 81 ഡോട്ട് ലാസ്റ്റ് പോർഷനിൽ ഉണ്ടായിരുന്ന 8 0യിൽ ആദ്യത്തെ 3 എണ്ണം 1 ആയി മാറും. എന്തുകൊണ്ടാ? നമുക്ക് നമ്മുടെ 5 എന്ന് പറയുന്ന റിക്വയർമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി 3 ബിറ്റ് വേണ്ടി വന്നു. അപ്പോൾ ആ 3 ബിറ്റിനെ കൂടെ 1 ആക്കി കൊടുക്കും. ഇതാണ് നമ്മുടെ പുതിയ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ തിരിച്ച് നമ്മുടെ സാധാ ഫോമിലേക്ക് മാറ്റിയാൽ എന്താവും? 255.255.255.224 എന്ന് കിട്ടും. എന്താ ഈ 224 എങ്ങനെയാണ് കിട്ടിയേ? നമ്മൾ നേരത്തെ കീ ഒന്ന് ഓർക്കുക. 128 പ്ലസ് 64 പ്ലസ് 32 അതാണ് 224 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പുതിയ നമ്മൾ സബ്നെറ്റ് ചെയ്തതിന് ശേഷമുള്ള സബ്നെറ്റ് മാസ്ക് എന്താ? 255.255.255.224 എന്നാണ്. അപ്പോൾ നമ്മൾ പുതിയ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ സബ്നെറ്റ് മാസ്ക് ആണ്. ഇനി നമുക്ക്
മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതിൻ്റെ ഇൻക്രിമെൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമ്മളിപ്പോൾ പുതിയ സബ്നെറ്റ് മാസ്ക് എഴുതിയില്ലേ, 81.81.81.111.00000. അപ്പോൾ ഈ നമ്മുടെ നേരത്തെ കീ ഒന്നും കൂടെ ഓർക്കുക. 1 2 4 8 16 32 64 128. ഇതിൽ ആ നാലാമത്തെ പോർഷൻ എടുത്തിട്ട് അതിൽ എവിടം വരെയാണ് 1 വന്ന് നിൽക്കുന്നതെന്ന് നോക്കുക. മൂന്നാമത്തെ ഡിജിറ്റാണ് അല്ലേ, മൂന്നാമത്തെ ബിറ്റാണ്. അതിൻ്റെ മുകളിലുള്ള കീ വാല്യൂ എത്രയാ? 32. അതായിരിക്കും ഇവിടുത്തെ ഇൻക്രിമെൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പുതിയ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിച്ചു, അവിടെ നിന്നും നമ്മളിപ്പോൾ ഇൻക്രിമെൻ്റ് വാല്യൂവും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ പുതിയ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിച്ചു, ഇൻക്രിമെൻ്റ് വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഇൻക്രിമെൻ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്കുകളെ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ IP 192.168.10.0 എന്ന് പറയുന്ന IP അല്ലേ, അതാണ് ആദ്യത്തത്. ഇനി അതിൻ്റെ ഇൻക്രിമെൻ്റ് വാല്യൂ എത്രയാ? 32 ആണ് അല്ലേ. അപ്പോൾ 0 മുതൽ 31 വരെ ഉള്ളത് ആദ്യത്തെ നെറ്റ്വർക്ക്. ഇനി 32 മുതൽ 63 വരെ ഉള്ളത് അടുത്ത നെറ്റ്വർക്ക്. 64 മുതൽ 95 വരെ ഉള്ളത് അടുത്ത നെറ്റ്വർക്ക്. അങ്ങനെ നമുക്ക് ഓരോ നെറ്റ്വർക്കുകളുടെയും IP റേഞ്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 8 നെറ്റ്വർക്കുകൾ വരും. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് 5 ആണ്, പക്ഷേ 8 വരെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ്. നമുക്ക് 5 ആയിട്ട് മാത്രം ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്ക് 8 നെറ്റ്വർക്ക് വരെയുള്ള റിക്വയർമെൻറ്റ് നമ്മളിവിടെ ചെയ്തു. ഇതിനകത്ത് നമുക്ക് 5 നെറ്റ്വർക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഇങ്ങനെയാണ് ഫിക്സഡ് ലെങ്തിലുള്ള സബ്നെറ്റ് മാസ്കിംഗ് ചെയ്യുന്നത്, അതായത് സബ്നെറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 8 നെറ്റ്വർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്കിൻ്റെ നമ്മളൊരു നെറ്റ്വർക്ക് എടുക്കുമ്പോൾ ആ നെറ്റ്വർക്കിനകത്തുള്ള ആദ്യത്തെ IP അഡ്രസ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നെറ്റ്വർക്ക് ID എന്ന് പറയും അല്ലേ. അവസാനത്തെ IP അഡ്രസ്സോ അതിനെ ബ്രോഡ്കാസ്റ്റ് ID എന്നാണ് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ആ നെറ്റ്വർക്കിനകത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ 10.0 മുതൽ തുടങ്ങുമ്പോൾ അതതിൻ്റെ എന്താ ഐഡിയ? നെറ്റ്വർക്ക് ID ആണ്. ഇനി അങ്ങനെ പോയി 31 എന്ന് പറയുന്ന IP 10.31 എന്ന് പറയുന്ന IP വരുമ്പോൾ അത് ബ്രോഡ്കാസ്റ്റ് ID ആണ്. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ള 30 ഹോസ്റ്റുകളായിരിക്കും ഈ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഈ എത്ര ഹോസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കാനും എത്ര നെറ്റ്വർക്കുകൾ നമുക്ക് മാക്സിമം കിട്ടുമെന്നൊക്കെ കണ്ടുപിടിക്കാനും ഒരു മെത്തേഡുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ച പുതിയ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിച്ചതിൻ്റെ അവസാനത്തെ പോർഷൻ എന്തായിരുന്നു? 111.00000 എന്നായിരുന്നു അല്ലേ. അപ്പം നെറ്റ്വർക്കുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് 1 ആണ്, ഹോസ്റ്റുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് 0 ആണ് അല്ലേ. അപ്പം നമ്പർ ഓഫ് നെറ്റ്വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ 2⁻3, അതായത് 1ൻ്റെ എണ്ണം എത്ര ഒന്നുണ്ട്. അപ്പം 2 നമ്പർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ 2⁻3 = 8. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് എത്രയാ? 8. ഇനി നമ്പർ ഓഫ് IP കണ്ടുപിടിക്കണമെങ്കിലോ ഹോസ്റ്റിൻ്റെ എണ്ണം ബാക്കിയുള്ള പോർഷനാണ് അല്ലേ. അപ്പോൾ 5 0 ഉണ്ട്. അപ്പോൾ 2⁻5 32. ഇവിടെ എത്ര IP ഉപയോഗിക്കാം? 32. എത്ര ഹോസ്റ്റ് ഉപയോഗിക്കാം? എത്ര ഡിവൈസസ് ഉപയോഗിക്കാം? കാരണം ഒരു നെറ്റ്വർക്ക് ഐഡിയും ഒരു ബ്രോഡ്കാസ്റ്റ് ഐഡിയും പോയതിന് ശേഷം 32ൽ 30 ഹോസ്റ്റുകൾ ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമ്പർ ഓഫ് നെറ്റ്വർക്ക് കാണണമെങ്കിൽ നെറ്റ്വർക്ക് പാർട്ട് ലാസ്റ്റ് ഉള്ള ഒക്ടക്റ്റിലെ നെറ്റ്വർക്ക് പാർട്ട് എത്രയാണോ ആ നമ്പർ എടുത്തിട്ട് 2⁻that നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമ്പർ ഓഫ് നെറ്റ്വർക്ക് കിട്ടും. നമ്പർ ഓഫ് IP ആണെങ്കിലോ എത്ര 0 ആണെന്നുള്ള കൗണ്ട് എടുക്കുക, 2⁻that നമ്പർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് IP കിട്ടും. അതിൽ നിന്നൊരു 2 എണ്ണം കുറയ്ക്കുമ്പോൾ എത്ര ഡിവൈസസ് കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതും കിട്ടും. ഇനി നമുക്ക് വേരിയബിൾ ലെങ്തിലുള്ള സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കുന്ന, അതായത് VLSM എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഇവിടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിക്കകത്ത് ഞാൻ 10 നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ, സെയിൽസ്, പർച്ചേസ്, HR. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഞാൻ 60 ഹോസ്റ്റുകൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 12 ഹോസ്റ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് 20 ഹോസ്റ്റ്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോന്നിലും ഉപയോഗിക്കുന്ന ഹോസ്റ്റുകളുടെ എണ്ണം ഡിഫറൻ്റ് ആണല്ലേ.
അപ്പോൾ ആ ഹോസ്റ്റുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സബ്നെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് VLSM എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഹോസ്റ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടിയ നമ്പറുള്ള ഹോസ്റ്റ് ഉള്ളത് ആദ്യം ഇങ്ങോട്ട് എടുക്കുക. അതെത്രയാ? 60 അല്ലേ. അപ്പോൾ ഈ 60 എന്ന് പറയുന്ന ഹോസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബൈനറി കീ അങ്ങോട്ട് എഴുതുക. 1 2 4 8 16 32 64 128. ഈ 60 എന്ന് പറയുന്ന നമ്പർ വേണമെങ്കിൽ ഏതൊക്കെ ഡിജിറ്റുകളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, അവിടെ 32 16, അപ്പോൾ എത്ര കിട്ടും? 48, 8 56, 4 60. അപ്പോൾ ആ 4 1 പിന്നെ ഉള്ള 2 0. അപ്പം മൊത്തം എത്ര ബിറ്റ് വേണ്ടി വന്നു? അതിന് 6 ബിറ്റ് അല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള സബ്നെറ്റ് മാസ്ക് എഴുതാം. അതേതാ? 81.81.81.80 തന്നെയല്ലോ. ഇനി പുതിയ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഹോസ്റ്റിൻ്റെ എണ്ണമാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഹോസ്റ്റിൻ്റെ എണ്ണത്തിന് വേണ്ടി 6 ബിറ്റ് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ്വർക്കിൻ്റെ എണ്ണത്തിന് വേണ്ടി എത്ര ബിറ്റ് വേണ്ടി വരും? 2 ബിറ്റ് മതിയല്ലോ. അവസാനത്തെ ഒക്ടറ്റിൽ 8 ബിറ്റാണ് ഉള്ളത്. ആ 8 ബിറ്റിൽ ഇവിടെ നമ്മൾ ഹോസ്റ്റിൻ്റെ എണ്ണത്തിന് വേണ്ടി 6 ബിറ്റ് വേണ്ടി വന്നു. കാരണം 32 മുതൽ അങ്ങോട്ടുള്ള ബിറ്റുകൾ നമ്മൾ എന്തിനു വേണ്ടി വന്നു? നമ്മളെ ഹോസ്റ്റിൻ്റെ എണ്ണത്തിന് വേണ്ടി വന്നു. അപ്പം നെറ്റ്വർക്കിൻ്റെ എണ്ണത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 എണ്ണം വേണം ബാക്കി. അപ്പം നമ്മൾ പുതിയ സബ്നെറ്റ് മാസ്ക് ലാസ്റ്റ് ഒക്ടറ്റിൽ നെറ്റ്വർക്കിൻ്റെ 2, അതായത് 2 1 പിന്നെ 6 0. അപ്പം നമുക്ക് പുതിയ സബ്നെറ്റ് മാസ്ക് കിട്ടിയല്ലോ. അതിനെ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയേ. 2 1, അപ്പം 128ഉം 64ഉം. അപ്പം പുതിയ സബ്നെറ്റ് മാസ്ക് എങ്ങനെ വരും? 255.255.255.192 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ ഇൻക്രിമെൻ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 1 എവിടം വരെ വന്ന് നിൽക്കുന്നോ അതിൻ്റെ മുകളിലുള്ളതാണ് ഇൻക്രിമെൻ്റ് വാല്യൂ. രണ്ടാമത്തെ ബിറ്റിലാണ് 1 നിൽക്കുന്നത് അല്ലേ. 2 ബിറ്റാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ബിറ്റിൻ്റെ മുകളിലുള്ളത് 64ആണ്. അപ്പോൾ ഇൻക്രിമെൻ്റ് വാല്യൂ എത്രയാണ് ഇവിടുത്തെ? 64. അപ്പോൾ നമുക്ക് പുതിയ സബ്നെറ്റ് മാസ്ക് കിട്ടി, ഇൻക്രിമെൻ്റ് വാല്യൂ കിട്ടി. അപ്പോൾ ഇനി IP കൊടുക്കാമല്ലോ അതിന്. അപ്പോൾ ആദ്യത്തെ നമ്മളിവിടെ എന്താ ചെയ്തത്? ഹോസ്റ്റിൻ്റെ എണ്ണമാണ്. അപ്പോൾ ആ 60 കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബിറ്റുകൾ ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ച് പുതിയ സബ്നെറ്റ് മാസ്ക് എഴുതും. ഇവിടെ ഹോസ്റ്റിൻ്റെ എണ്ണത്തിന് 6 ബിറ്റ് വേണ്ടി വന്നാൽ നെറ്റ്വർക്കിൻ്റെ എണ്ണത്തിന് ബാക്കി 2 ബിറ്റ്. അപ്പോൾ ആ 2 ബിറ്റ് 1 ആക്കിയിട്ട് ബാക്കി 6 ബിറ്റ് നമ്മൾ 0 ആക്കി. അങ്ങനെ പുതിയ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിച്ചു. ആ സബ്നെറ്റ് മാസ്ക് ആണ് 255.255.255.192 എന്നുള്ളത്. ഇൻക്രിമെൻ്റ് വാല്യൂ കണ്ടുപിടിച്ചു. അതായത് 1ൻ്റെ തൊട്ട് മുകളിലുള്ളത് 2 1 ആണ് പുതിയ സബ്നെറ്റ് മാസ്കിലുള്ളത് ലാസ്റ്റ് ഒക്ടറ്റിൽ അല്ലേ. ആ രണ്ടാമത്തെ 1ൻ്റെ മുകളിലുള്ള കീ വാല്യൂ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ ആ 64 ആണ് പുതിയ ഇൻക്രിമെൻ്റ് വാല്യൂ. അത് വെച്ചുകൊണ്ട് നമുക്കിനി IP കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ 10.0 മുതൽ 63 വരെയുള്ള IPകൾ നമുക്കിവിടെ ഉപയോഗിക്കാം ആദ്യത്തെ നെറ്റ്വർക്കിനകത്ത് അല്ലേ. അതിൽ ആദ്യത്തേത് നെറ്റ്വർക്ക് ഐഡിയും അവസാനത്തത് ബ്രോഡ്കാസ്റ്റ് ഐഡിയുമാണ്. അപ്പോൾ നമുക്ക് 10.1 മുതൽ 10.60 വരെയുള്ള IP എടുക്കുമ്പോൾ ഈ 60 ഹോസ്റ്റുകൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹോസ്റ്റ് റിക്വയർമെൻറ്റിനുള്ള IP കണ്ടു. ഈ IP ആ കമ്പ്യൂട്ടറുകൾക്കകത്ത് കൊടുക്കുമ്പോൾ അവയുടെ സബ്നെറ്റ് മാസ്ക് എന്തെന്ന് തന്നെ കൊടുക്കണം? 255.255.255.192 എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ അവ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു റിക്വയർമെൻറ്റ് നമ്മളിവിടെ ചെയ്തു. അപ്പോൾ ഈ 60 കഴിഞ്ഞുള്ള രണ്ടാമത്തെ പിന്നെ വലിയ റിക്വയർമെൻറ്റ് 20 അല്ലേ. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഹോസ്റ്റിൻ്റെ എണ്ണം 20. വീണ്ടും നമ്മൾ കീ എഴുതുക. 1 2 4 8 16 32 64 128. 20 എന്നുള്ളത് വേണമെങ്കിൽ 16ഉം 4ഉം മതി അല്ലേ. അപ്പോൾ 0 0 0 1 0 1 0 0. അപ്പോൾ എത്ര ബിറ്റ് വേണ്ടി വന്നു? നമുക്ക് 16 വരെയുള്ള ബിറ്റുകൾ വേണ്ടി വന്നു. അപ്പോൾ എത്ര ബിറ്റ്? 5 ബിറ്റ് വേണ്ടി വന്നു. അപ്പോൾ 5 ബിറ്റ് ഹോസ്റ്റിന് വേണമെങ്കിൽ എത്ര ബിറ്റ് നെറ്റ്വർക്കിന് വേണ്ടി വരും? 3 ബിറ്റ്. അപ്പോൾ നമ്മൾ പുതിയ സബ്നെറ്റ് മാസ്ക് എങ്ങനെ എഴുതും? 81.81.81.111 പിന്നെ 5 0യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പുതിയ സബ്നെറ്റ് മാസ്ക് ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊന്ന് ഏതാ പുതിയ സബ്നെറ്റ് മാസ്ക്?
255 എങ്ങനെ കിട്ടിയ 128 പ്ലസ് 64 പ്ലസ് 32 ആ 3 സ്ഥലത്താണ് ഒന്നുള്ളത്. അപ്പോൾ 224 പുതിയ സബ്നെറ്റ് മാസ്ക് കിട്ടി. ഇനി ഇൻക്രിമെൻ്റ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എവിടം വരാണോ ലാസ്റ്റ് ഒക്ടറ്റിൽ 1 നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള കീ മൂന്നാമത്തെ ബിറ്റ് വരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലുള്ളത് 32. അപ്പോൾ ഇൻക്രിമെൻ്റ് വാല്യൂവും കിട്ടി. അതെന്താ? 32. അപ്പോൾ ഈ ഇൻക്രിമെൻ്റ് വാല്യൂ വെച്ച് നമുക്ക് IP റേഞ്ച് എഴുതാം. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? സാധാരണ 0 മുതൽ 31 വരെ, അടുത്തത് 32 മുതൽ 63 വരെ, അങ്ങനെയല്ലേ പോകുന്നത്? പക്ഷേ നമുക്കിവിടെ 63 വരെയൊക്കെ ഉള്ള IPകൾ ഉപയോഗിക്കാൻ കഴിയൂ. അത് നമ്മൾ ആദ്യത്തെ 60 വേണ്ടി ഉപയോഗിച്ചു അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞുള്ള 65 മുതൽ 84 വരെയുള്ള IPകൾ നമുക്ക് ഈ 20 ഹോസ്റ്റിന് വേണ്ടി അസൈൻ ചെയ്ത് കൊടുക്കാം. മറ്റേ IPകൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താ? അത് നമ്മൾ വേറൊരു നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ 65 മുതൽ 84 വരെയുള്ള IPകൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പുതിയ സബ്നെറ്റ് വാല്യൂ എന്തായിരിക്കും? സബ്നെറ്റ് മാസ്ക് വാല്യൂ എന്തായിരിക്കും? 255.255.255.224 ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയുള്ളതും ചെയ്തു. ഇനി മൂന്നാമത്തെ നമുക്ക് റിക്വയർമെൻറ്റ് എത്രയാ? 12. അപ്പോൾ അതേപോലെ നമ്മൾ ബൈനറി ഉണ്ടാക്കി നോക്കുക. 8ഉം 4ഉം, അപ്പോൾ 1ഉം 1ഉം അല്ലേ? അപ്പോൾ നമുക്കിവിടെ എത്ര ബിറ്റ് വേണ്ടി വന്നു? 4 ബിറ്റ് ഹോസ്റ്റുകൾക്ക് വേണ്ടി വന്നു, 8 മുതൽ 1 വരെയുള്ള. അപ്പോൾ ആ 4 ബിറ്റുകൾക്ക് ഹോസ്റ്റ് വേണമെങ്കിൽ ആദ്യത്തെ 4 ബിറ്റ് എന്തിനായിരിക്കും? നെറ്റ്വർക്കിനായിരിക്കും. അപ്പോൾ പുതിയ സബ്നെറ്റ് മാസ്ക് എങ്ങനെ കണ്ടുപിടിക്കും? 81.81.1111000. അപ്പോൾ ആദ്യത്തെ 4 1. അപ്പോൾ പുതിയ സബ്നെറ്റ് മാസ്ക് വാല്യൂ എത്രയായിരിക്കും? 255.255.255.240 എന്നായിരിക്കും. 128ഉം 64ഉം 32ഉം 16ഉം കൂടെ കൂട്ടുന്നത്. കാരണം ഇവിടുത്തെ ഇൻക്രിമെൻ്റ് വാല്യൂ 16 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? ആ 1 നാലാമത്തെ 1ൻ്റെ മുകളിലുള്ള കീ വാല്യൂ അതാണ് 16. അപ്പോൾ അങ്ങനെ 240 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ ഈ 255.255.240 എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഇവിടുത്തെ സബ്നെറ്റ് മാസ്ക്. അപ്പോൾ ആ സബ്നെറ്റ് മാസ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയ IP കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച IP എവിടം വരെ വന്ന് നിൽക്കുന്നു? 84. ആ 84 കഴിഞ്ഞ് അടുത്ത 16 വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 0 മുതൽ 15 വരെ, 16 മുതൽ അടുത്ത 31 വരെ, അങ്ങനെയല്ലേ പോകുന്നത്? അങ്ങനെ പോയി വരുമ്പോൾ 96 മുതലാണ് പുതിയ IP ആ റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ 96 നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അത് നെറ്റ്വർക്ക് ID ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 97 മുതൽ 97 മുതൽ അങ്ങോട്ട് 12 എണ്ണം, അപ്പോൾ 108 വരെ വരും. അവിടെ ഒരു ഞാൻ 192.10. ബാക്കി എഴുതിയിട്ടില്ല. 108 വരെയുള്ള നമ്പേഴ്സ് അവിടെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിൾ ലെങ്തിലുള്ളതാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ നമ്പർ ഓഫ് ഹോസ്റ്റിൻ്റെ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ സബ്നെറ്റ് മാസ്ക് ആയിരിക്കണം ആ നെറ്റ്വർക്കിനകത്ത് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ? ഇല്ല, ഇവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഓരോ നെറ്റ്വർക്കുകൾക്കകത്തും അതിനനുസരിച്ചുള്ള സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. ഈ IP അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കണക്ക് ഉപയോഗിക്കാൻ പറ്റൂ? ഇല്ല. അത് നമ്മൾ ആ റേഞ്ചിനനുസരിച്ച് നമ്മളിപ്പോൾ എങ്ങനെയാണോ ഏതുവരെ ഉള്ളത് ഉപയോഗിച്ചു അതിന് ശേഷമുള്ള IPയിലുള്ള റേഞ്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന റേഞ്ചിനനുസരിച്ചുള്ള ആ റേഞ്ചിനകത്തുള്ള IP നമ്പർ നമ്മൾ അതിനകത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ VLSMവും ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള സബ്നെറ്റിങ്ങും ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് സബ്നെറ്റിംഗ് എന്നും സബ്നെറ്റിങ്ങിൻ്റെ ആവശ്യകത എന്താണ് എന്നും 2 തരത്തിലുള്ള സബ്നെറ്റിംഗ് റിക്വയർമെൻറ്റുമാണ് നമ്മളിവിടെ ഈ വീഡിയോയ്ക്കകത്തൂടെ ചെയ്ത് കാണിച്ചത്.